4 ലക്ഷം നന്ദി. i2i ന്യൂസിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് ഒരു സന്തോഷം പങ്കുവയ്ക്കുവാനും നന്ദി അറിയിക്കുവാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി വരുന്നത്. i2i ന്യൂസിന് 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നു. ഞങ്ങൾ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു ഇത്. i2i ന്യൂസ് പൂട്ടുവാനും എൻ്റെ നാവ് എന്നേക്കുമായി അടപ്പിക്കുവാനും എന്നെയും സഹപ്രവർത്തകരെയും വ്യാജപരാതികൾ നൽകി പോലീസിനെ സ്വാധീനിച്ച് ജാമ്യമില്ലാ വകുപ്പിട്ട് ജയിലിലടയ്ക്കുവാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ആ പ്രതിസന്ധികളിലൊന്നും ഞങ്ങൾ തളർന്നില്ല, തകർന്നില്ല. പ്രതിസന്ധികൾക്കിടയിലും പൂർവാധികം ശക്തിയോടെ ഞങ്ങളുടെ ദൗത്യം തുടരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിലും ഞങ്ങൾക്ക് താങ്ങായും തണലായും നിന്നത് പ്രിയ പ്രേക്ഷകരുടെ നല്ല വാക്കുകളും പ്രോത്സാഹനവുമാണ്. 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഫിഗർ അല്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു പക്ഷവും ചേരാതെ പോകുന്ന ഞങ്ങളോടൊപ്പവും 4 ലക്ഷം പേർ ഉണ്ട്. പ്രതിദിനം 15 ലക്ഷത്തോളം പേർ i2i ന്യൂസ് കാണുന്നു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനം നൽകുന്നു, ആവേശം പകരുന്നു. മാധ്യമലോകത്ത് വലിയ സ്രാവുകൾക്കിടയിൽ ഞങ്ങൾക്കും ഒരു ചെറിയ സ്പേസ് ഉണ്ടെന്നുള്ളത് ഞങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. അതുകൊണ്ട് ഇതുവരെ ഒപ്പം നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇതുവരെ i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പറയുക. അതുപോലെ ഓരോരുത്തരും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാൽ പോലും വലിയൊരു മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. പലരും എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാമെന്ന് ഞങ്ങളെ പലപ്പോഴും വിളിച്ചു പറയാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏക സഹായം ഇതാണ്. i2i ന്യൂസിന് കൂടുതൽ ഉയരങ്ങളിലെത്തുവാൻ സബ്സ്ക്രൈബർ ബേസ് ഉയർത്തേണ്ടുന്നത് അത്യാവശ്യമാണ്. സത്യസന്ധമായ വാർത്തകൾ വിഷം പുരട്ടാതെ, പക്ഷം പിടിക്കാതെ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. അതുപോലെ i2i ന്യൂസിനെതിരെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ കേസിൽ ബഹുമാനപ്പെട്ട കോടതി ശക്തമായി ഇടപെട്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടുണ്ട്. ആ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഓർഡർ ലഭിച്ചെങ്കിൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. കേസിനാസ്പദമായ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ ഞങ്ങൾ തുടരുന്നതായിരിക്കുമെന്ന് പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അതുപോലെ ഈ വിഷയത്തിൽ ജില്ലാ കോടതിയിൽ i2i ന്യൂസിന് വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് അശോക് പി നായരാണ്. അദ്ദേഹത്തോടുള്ള i2i ന്യൂസിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഞങ്ങൾ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് കരുത്തേകിയ പ്രൊഫസർ ഡോക്ടർ വത്സൻ തമ്പു, TP നന്ദകുമാർ, രമേശ് വി ദേവ് തുടങ്ങിയവരോടുള്ള ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അറിയിക്കുന്നു. കൂടുതൽ മികവോടെ, സാങ്കേതിക തികവോടെ i2i ന്യൂസ് ലൈവ് സംപ്രേഷണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് എന്ന് പ്രേക്ഷകരെ ഇപ്പോൾ അറിയിക്കുകയാണ്. തുടർന്നും എല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പൂർവാധികം ശക്തിയോടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. i2i News, an eye for truth. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.